നിന്നെ സഹായിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഇത്രയും ഷോർട്ട് ടൈമിൽ ഇത്രയും വലിയൊരു എമൗണ്ട് എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശാലിനി പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. ഇത് പുറത്താരെങ്കിലും അറിഞ്ഞ എൻ്റെ ചേട്ടനെ എൻ്റെ അനിയനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. എനിക്ക് ആത്മഹത്യ ചെയ്യല്ലാതെ വേറെ മാർഗം. എന്താടി ഇങ്ങനെ? ദയവ് ചെയ്ത് ഇങ്ങനൊന്നും സംസാരിക്കരുത്. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു. അദ്ദേഹം അമേരിക്കയിലേക്ക് പോയിരിക്കുക. വരാൻ എങ്ങനെയായാലും ഒരാഴ്ചയാവും. അതിരിക്കട്ടെ, നീ എത്രയാ റെഡിയാക്കിയിരിക്കുന്നത്? അത് ഏകദേശം ഒരു 50 ലക്ഷം റെഡിയായിട്ടുണ്ട്. പക്ഷേ അതെൻ്റെ പൈസയല്ല, NGOയ്ക്ക് വേണ്ടി വന്നതാ. അങ്ങനെയാണെങ്കിൽ ഒരു 30 ലക്ഷം കുറവാണല്ലേ? ചെക്ക് കൊടുത്ത് പരമാവധി ക്യാഷ് കളക്ട് ചെയ്യാം. ഓക്കെ, ഞാനൊന്ന് ട്രൈ ചെയ്യാം. നീ സങ്കടപ്പെടണ്ട, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. പ്ലീസ്, നീയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശാലിനി. ഐ ലവ് യു സോ മച്ച്. ഐ ലവ് യു ടു. ഞാൻ നിനക്ക് തരുന്ന പണം നീ സമയം പോലെ എനിക്ക് തന്നാ മതി. നീ വിഷമിക്കണ്ട, എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തുതരാം. എൻ്റെ ചേട്ടനോട് ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലും ഞാൻ ആ പൈസ അറേഞ്ച് ചെയ്യും. പക്ഷേ എനിക്ക് ഇത്രയും തുക ഒന്നിച്ചു തരാൻ പറ്റത്തില്ല. കുറച്ച് കുറച്ചായിട്ട് എങ്ങനെയെങ്കിലും ഞാൻ നിന്റെ കട അടച്ചോളാം. ഡോൺ വറി. നോ 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 ഇഷ്യൂസ്. എനിക്കൊക്കെയാണ്. തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് നിന്റെ അനിയൻ്റെ കാര്യത്തിൽ അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത്. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? രാജന്റെ കൂടെ പിറപ്പാ. അതിനൊരു സാധ്യതയില്ല. നീ എന്തായി പറയുന്നേ? ഇല്ല. നീയല്ലേ രാജിന് പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്? ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കാം. പക്ഷെ നീ വിഷമിക്കണ്ട. 2 ദിവസത്തിനുള്ളിൽ നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തു തരാം. എന്താ, ഓക്കെ അല്ലേ? താങ്ക് യു സോ മച്ച് ശാലിനി. താങ്ക് യു. ദാ നോക്കി, എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഞാൻ പോവാ. ഞാൻ പിന്നെ കോൾ ചെയ്യാം. എന്നാ ശരി, ബൈ. ടേക്ക് കെയർ.